ഇന്ന് നമുക്ക് പഴവും അതുപോലെ തന്നെ ക്യാരറ്റും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ചെയ്താലോ? എളുപ്പമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ എടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ. നെയ്യ് ചേർത്തിക്കില്ലേലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ഇത് കുഞ്ഞി ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് വലുതാണെന്ന് വെച്ചാൽ ഒന്ന് എടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ പഴം എടുത്തിട്ടുണ്ട്. പഴം ഒന്ന് മതിയാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കറുത്ത പഴം ഉണ്ടെങ്കിൽ അതാവും നല്ലത്. ഇതുപോലെ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. കളയൊന്നും വേണ്ട, നല്ലതാണ്. നമ്മളെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ മറന്നു പോകാണ്ട് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ട് കുറേ ആൾക്കാർ കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മളെ ക്യാരറ്റ് ഒന്ന് ഇതേപോലെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളിതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു ക്യാരറ്റ് എന്താ കറുത്ത് കിടക്കുന്നത്? അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, ഇതേപോലെ പരണ്ടി കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ തൊലി ഭാഗം മാത്രമാണ് നിറം ഒന്ന് വ്യത്യാസം വന്നിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങി വെച്ചിട്ട് കറിയൊക്കെ വെച്ചാലും അതുപോലെ തന്നെ ഉപ്പേരി വെച്ചാലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കില്ലേ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റൊന്ന് ഇതേപോലെ ഒന്ന് പീസാക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ നമ്മളെ പെരിക്കൊക്കെ ഉരയ്ക്കുന്നില്ലേ ഗ്രേറ്റർ, അതുണ്ടെങ്കിൽ അതിന്മേൽ ഉരച്ചാൽ മതിയാവും കേട്ടോ. ചോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പം കഴിയും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലന്നല്ല നമുക്ക് വേഗം കൂടി അടിച്ചെടുക്കാൻ പറ്റുക. അടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പഴവും അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ തന്നെ ചെയ്യാന്ന് കേട്ടോ. ഇനി നമ്മളെ പഴവും അതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ പെരിക്കൊക്കെ നുറുക്കിയല്ലേ അതുപോലെ അതിനെക്കാട്ടും നൈസായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പഴം കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം അധികം ചെറിങ്ങനെ ആക്കണ്ട കേട്ടോ. ഒന്ന് അവിടെ കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞ് പീസാക്കി കളയണ്ട, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചെറുങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും, നമ്മൾ നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കാരമലാക്കിയിട്ട് എടുക്കുക. നെയ്യിൻ്റെ അകത്ത് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പഞ്ചസാര ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഉരുക്കിയെടുക്കുക. നെയ്യിൻ്റെ പാത്രമാണ് സൈഡിൽ വെച്ച് കൊടുത്ത്, ബാക്കി നെയ്യ് ഉരുകി നിൽക്കേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ വെച്ച് കൊടുത്തത്. നമ്മളെ പഞ്ചസാര നല്ലോണം ഉരുകി ഒരു കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ലോണം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന കൈക്ക് ചെയ്ത ഒരു ഫില്ലിങ് മാതിരിയാണ് ചെയ്യുന്നത്. പക്ഷേ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ. അഭിപ്രായങ്ങളൊക്കെ എഴുതി ഒന്ന് അറിയിക്കണേ. ഇതൊന്ന് പഞ്ചസാരയൊക്കെ കിടന്നൊന്ന് വെന്ത് വന്നോട്ടെ. ഈ ഒരു വേകുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അത് കുഴപ്പമില്ല, പിന്നീട് വെള്ളം വറ്റിക്കോളൂ കേട്ടോ. നമ്മളിങ്ങനെ ക്യാരറ്റ് വേകുന്ന സമയത്ത് തന്നെ ആ ഒരു വെള്ളം വറ്റിപ്പോവും കേട്ടോ. ഇനി പിന്നെ നമുക്ക് പഴവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം വെന്തതിന് ശേഷം
ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ കാരമൽ ചെയ്ത പഞ്ചസാരയും നല്ല നെയ്യും എല്ലാം കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് വെള്ളം ഇറങ്ങി വരുന്നു. ഇനിയിപ്പം കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുക. പഴവും അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ അകത്ത് കിടന്നിട്ട് പഴവും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് വറ്റി വന്നോട്ടെ. പഴമൊന്ന് ഇതിൽ കിടന്നൊന്ന് വാടി വന്നോട്ടെ കേട്ടോ. എന്നാലാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. ഇപ്പം നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് പഴവും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ഫ്ലെയിം ഓഫാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇതേപോലെ പൂണ്ടെടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ, അപ്പോൾ ചിരവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പൂണ്ടെടുത്ത്. ഇനിയിപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചത്. ഇതിപ്പോൾ 1-ാം പാലും ഇതിപ്പോൾ 2-ാം പാലും 3-ാം പാലുമാണ് ഈ ചായ പാത്രത്തിലുള്ളത്. പിന്നെ മറ്റേ കൈപ്പാട്ടിലുള്ളത് 1-ാം പാലാണ് കേട്ടോ. അത് ഞാൻ വേറെ തന്നെ എടുത്ത് വെച്ചതാണ്. ഇനി ഇതൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മാത്രം മതിയാവും കേട്ടോ. കൂടുതലായിപ്പോയാൽ ഒരു കട്ട പോലെ ആയിപ്പോവും. അതുകൊണ്ട് 1/2 കപ്പ് മാത്രം മതിയാവും. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതാണ് തേങ്ങാപ്പാലിൻ്റെ അടുത്തുനിന്ന് ഉരുണ്ട് കളിക്കുന്നത് കേട്ടോ. ഓട്സ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേകുമല്ലോ ഓട്സൊക്കെ. അപ്പോൾ വെന്ത് ഏകദേശം ഒരു കുറുങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഒരു പഴത്തിൻ്റെ അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്താൽ കറക്റ്റ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പഴത്തിൻ്റെ അകത്തും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ അകത്തും നമ്മൾ പഞ്ചസാര ചേർത്തതാണല്ലോ. അപ്പോൾ അത് ഇതിൽ തന്നെ കറക്റ്റായിരിക്കും കേട്ടോ. ഞാൻ 1/2 കപ്പ് ചേർത്തിനല്ലോ, അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു മിക്സിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് തന്നെ അടിയിൽ നിന്ന് ക്യാരറ്റിൻ്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല, പക്ഷേ നല്ലോണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റിൻ്റെ കളറ്. പഞ്ചസാര കാരമലാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ കളറും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ കളറും എല്ലാം മിക്സായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാം മൊത്തം നല്ലോണം വെന്തിക്കുന്നുണ്ട്. ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ 1-ാം പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഇനി വേവാൻ വേറൊരു ഒന്നും ബാക്കിയില്ലല്ലോ. പഴമായാലും അതുപോലെ തന്നെ ക്യാരറ്റായാലും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലോണം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മാറ്റി വെക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ടീസ്പൂണല്ല കേട്ടോ, ടേബിൾ സ്പൂണ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അത് ഞാനൊരു ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും കുട്ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും കുട്ടിക്ക്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.